ഹേമ കമ്മിറ്റി സംബന്ധിച്ച മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18നോട് നടത്തിയ പ്രതികരണം ഏറ്റെടുത്ത സിനിമാ മേഖല. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളിൽ പലതും ഊഹവും നിഗമനവും മാത്രമെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ തനിക്കെതിരായ ആക്ഷേപങ്ങൾ തള്ളി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. താൻ പറഞ്ഞത് പൂർണ്ണമായി കേൾക്കാതെയാണ് സാന്ദ്ര തോമസിന്റെ പ്രതികരണമെന്നാണ് മന്ത്രിയുടെ നിലപാട്. ഞാൻ പറഞ്ഞത് മൊത്തം കേട്ട് കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വനിതകൾ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ നൽകിയ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞു. കേരളത്തിലെ വനിതകൾ മുന്നോട്ട് വെച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഹേമ കമ്മിറ്റി സംബന്ധിച്ച പ്രതികരണം സജി ചെറിയാൻ നടത്തിയത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മിനിസ്റ്റർ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിൽ അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ളവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. പല കേസുകളിൽ FIR ഇട്ടു. പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും. ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു, അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല, അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്ര മേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ പറയുന്നില്ലേ. ബാലേന്ദ്ര മേനോനെ പറ്റി പോലുള്ള ഒരു വലിയ കലാകാരനെ പറ്റി ഒരു പേര് ദോഷം കേൾക്കാത്ത ആളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കുക. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്തു വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടുപോകുക, ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ കുറേയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക, വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ, സർക്കാർ പ്രതിസന്ധിയിലായോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവർ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അവർ എഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടലുകളുടെ ഭാഗമായിട്ട്. അതിന് അവരുടെ തെളിവുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേരുകൾ പുറത്തു പോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് പേര് പുറത്തു വിട്ടില്ല ഇടത് സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ? അതിനുള്ള ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. സ്വയമേ കോടതിക്ക് ഇന്ന ആളിനെ പറ്റി പറയാം, കേസെടുക്കാം. അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ ഞങ്ങളെതിരല്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. കുറേ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരെ വേണ്ട ഊഹിച്ചു പറയാം. പക്ഷെ നമുക്കങ്ങനെ ആളിനെ ഊഹിച്ച് ഒരാളിനെ ജീവിതം തുടങ്ങാൻ പറ്റും. അപർണ കുറുപ്പ് തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അപർണ, ഇപ്പോൾ ചില പരാതികളെങ്കിലും ഊഹാപോഹങ്ങളാണ് എന്ന തരത്തിൽ മന്ത്രി പ്രതികരണം നടത്തുകയുണ്ടായിട്ടുണ്ട് Q18-ൽ. അതോടൊപ്പം ഈ വമ്പൻ സ്രാവുകളുടെ പേരുകളൊന്നും പ്രതീക്ഷിച്ചതുപോലെ ഇല്ല, പലതും തിരക്കഥകൾ മാത്രമാണ്, അങ്ങനെ ഊഹാപോഹങ്ങൾക്ക് മാത്രം വിട്ടുകൊടുക്കേണ്ട ചില പരാതികൾ എന്ന തരത്തിലൊക്കെ മന്ത്രിയുടെ വാക്കുകൾ വന്നതിനെ വലിയ രീതിയിൽ വിമർശനത്തോടുകൂടി സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ വിമർശനത്തോടുകൂടി കാണുകയും രംഗത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതിനാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം. കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മന്ത്രി രംഗത്തെത്തി സംസാരിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്?
ആര്യ, പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പലതരത്തിലുള്ള പരാതികൾ വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്ന പല പരാതികളുമായി ബന്ധപ്പെട്ട് കേസന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് SIT കടന്ന സമയത്ത് പാർവതി തിരുവോത്ത് അടക്കമുള്ള പല താരങ്ങളും നടിമാരും തുറന്ന അഭിപ്രായ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. ഈ കേസ് അന്വേഷണം നിന്നു പോകുന്നതിന് കാരണം സർക്കാരിന് വേണ്ടത്ര ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അന്ന് ഒരു ഭാഗത്തുനിന്നുണ്ടായത്. ഒരുപക്ഷെ WCC തന്നെ അതിൽ രണ്ട് തരത്തിലുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് പലരും സ്വീകരിക്കുക പോലും ചെയ്തത്. ആ സമയത്ത് ഉയർന്ന ചോദ്യങ്ങൾക്കടക്കമുള്ള മറുപടിയായിരുന്നു മന്ത്രി സജി ചെറിയാൻ കുവൈറ്റിനോട് പറഞ്ഞത്. ആ സമയത്ത് ഒരുപാട് സ്പെക്കുലേഷൻസിൽ വരിക, ആ തരത്തിലുള്ള ചർച്ചകൾ നടന്നത്, പല താരങ്ങളുടെയും വലിയ താരങ്ങളുടെയും പേരുകൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളായിരുന്നു. അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേര് അതിനകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി കുവൈറ്റിനോട് പറഞ്ഞത്. ഇതിനകത്ത് ഉള്ള റിപ്പോർട്ടുകൾ, റിപ്പോർട്ടുകൾ എന്ന് മന്ത്രി ഉദ്ദേശിച്ചത് ഈ മൊഴികൾ പലതും ഈ തരത്തിൽ ഒരു പേരും കൃത്യമായി പറയാതെ, അല്ലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി കൃത്യമായി കൊടുക്കാത്ത തരത്തിലുള്ള നീണ്ട തിരക്കഥകൾ പോലെയാണ് എടുത്തിരിക്കുന്നത്. സർക്കാരിന് അതിൽ ഏതെങ്കിലും തരത്തിൽ ഊഹിച്ചുകൊണ്ട് ആർക്കെതിരെയെങ്കിലും നടപടിയെടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു പരാമർശമാണ് മന്ത്രി നടത്തിയത്. അതേസമയം പല പരാതികളും നിന്നുപോയതിനെ കുറിച്ചും ശക്തമായിട്ടുള്ള ഒരു എവിഡൻസ് കൃത്യമായി അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. സർക്കാർ കൃത്യമായ സംരക്ഷണം കൊടുക്കും, പോലീസ് കൃത്യമായ സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പല പരാതിക്കാരും പിൻവാങ്ങിയത് എന്നുള്ളൊരു സംശയം കൂടി മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. ഒരുപക്ഷെ ഇതാണ് പലതരത്തിൽ ഈ മൊഴികൾ കൊടുത്തവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണോ എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഒരു ഭാഗത്തുനിന്ന്. ഒപ്പം സിനിമാ നയം 2 മാസത്തിനുള്ളിൽ വരികയാണ്. ലൊക്കേഷൻ തൊട്ട് ഓഡിഷൻ തൊട്ട് ലൊക്കേഷൻ വരെ മോണിറ്ററിംഗ് എന്നുള്ള നിർദ്ദേശത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അതും സിനിമ പ്രവർത്തനത്തിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുകയാണ് സർക്കാർ എന്ന തരത്തിലുള്ള പരാമർശങ്ങളും സിനിമാ മേഖലകളിൽ നിന്നുള്ളവർ സമൂഹ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ രണ്ട് വിഷയത്തിൽ ഒപ്പമാണ് സാന്ദ്ര തോമസ് ഇന്നലെ വലിയ വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. അത് ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ പരാമർശം നടത്തിയതെന്ന് മുൻപും സിനിമാ കോൺക്ലേവ് സമയത്തും സാന്ദ്ര ഉയർത്തിയൊരു വിമർശനമാണ്. അതിൽ അല്പം കൂടി കടുപ്പിച്ചുകൊണ്ടാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. ഇതിനെല്ലാം ഉള്ള ഒരു മറുപടിയായിട്ട് ഈ അഭിമുഖം നടന്നത് തങ്ങൾ സ്ത്രീ സംരക്ഷണം എന്നുള്ളൊരു വാക്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോവുകയല്ല എന്നാണ് മന്ത്രി ഇന്ന് ദില്ലിയിൽ മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണം. ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ അഭിമുഖം നിങ്ങൾ പൂർണ്ണമായി കണ്ടു നോക്കിക്കോളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞ രണ്ടാമത്തെ വിഷയം, ഈ ഓഡിഷൻ അടക്കം മോണിറ്ററിംഗ് വരുമെന്നുള്ള ഒരു വിഷയം ഏത് തരത്തിലാണ് പ്രാക്ടിക്കൽ ആവുക, അത് സിനിമയുടെ പ്രവർത്തനത്തെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന തരത്തിലുള്ള ഒരു ചർച്ച സിനിമാ മേഖലയിൽ നടന്നും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആര്യ, അപർണ കുറുപ്പാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. മന്ത്രി സജി ചെറിയാനുമായുള്ള ഈ അഭിമുഖത്തിന്റെ Q18 പൂർണ്ണ രൂപം കാണാം ഇന്ന് രാത്രി 8:30 ന്യൂസ് 18. കാന്താര 2-ന് കേരളത്തിൽ വിലക്ക്. കളക്ഷൻ തുകയുടെ 55% വിഹിതം ആവശ്യപ്പെട്ടതിനാൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. എന്നാൽ ഫിയോക്കിനെ തള്ളി ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്ത് വന്നു. പ്രേക്ഷകരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായിട്ടുള്ള കാന്താര 2 കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് എടുത്തിരിക്കുന്ന നിലപാട്. കേരളത്തിൽ ഈ ചിത്രം വിതരണത്തിനായി എത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഒപ്പം തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനുമാണ്. ഇവരുമായി നടത്തിയ ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി ഇതിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിതരണക്കാർ ആവശ്യപ്പെട്ടത് ചിത്രത്തിന്റെ കളക്ഷനിലെ 2 ആഴ്ചത്തെ കളക്ഷനിലെ 55% വിഹിതം വിതരണക്കാർക്ക് നൽകണമെന്നാണ്. പക്ഷേ ഇത് തിയേറ്റർ ഉടമകൾ പറയുന്നത് അത് തങ്ങളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആളുകൾ ഇടിച്ചു കയറും അല്ലെങ്കിൽ വലിയ കളക്ഷൻ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകൾ. ആദ്യത്തെ ആഴ്ചത്തെ കളക്ഷൻ അതിൽ 55% നൽകുവാൻ അവർ തയ്യാറാണ്. പക്ഷേ അടുപ്പിച്ചുള്ള 2 ആഴ്ചത്തെ കളക്ഷൻ 55%-ഓളം വിതരണക്കാർക്ക് നൽകി കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കായിരിക്കും തിയേറ്റർ ഉടമകളെ കൊണ്ട് എത്തിക്കുക എന്നൊരു വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ വിതരണക്കാർ പൃഥ്വിരാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിക്കോട്ടെ ഈ നിലപാടിൽ നിന്നും പിന്നോട്ട് മാറിയിട്ടില്ല. ഇതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെടുകയും
സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കില്ല എന്ന് ഫിയോക്ക് നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ട് ലിബർട്ടി ബഷീർ രംഗത്തെത്തുകയും ചെയ്തു. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാനും നിർമ്മാതാവുമായിട്ടുള്ള ലിബർട്ടി ബഷീർ പറയുന്നത് ഇതിന് ഫിയോക്കിന്റെ പ്രസിഡന്റിന്റെ വ്യക്തി താല്പര്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 2-ന്, അതായത് നേരത്തെ എന്നാണോ തിയേറ്ററുകളിൽ എത്തിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ആ ദിവസത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുകൂടിയാണ് ലിബർട്ടി ബഷീർ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കേരള സർവകലാശാല രജിസ്ട്രാർ പദവി തർക്കത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് തിരിച്ചടി. VC-യുടെ നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. രജിസ്ട്രാറുടെ ആവശ്യങ്ങൾ നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. സസ്പെൻഷൻ തുടരണോ എന്ന് സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി വിധി സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ അംഗീകരിക്കുന്നതെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗം G. മുരളീധരൻ പ്രതികരിച്ചു. കേരള സർവകലാശാല രജിസ്ട്രാർ പദവി തർക്കത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന് തിരിച്ചടിയാകുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. സസ്പെൻഷൻ നടപടി നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല, വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. സിൻഡിക്കേറ്റിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സിൻഡിക്കേറ്റിന് അന്തിമ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ പങ്കെടുത്ത ചടങ്ങിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ KS അനിൽകുമാറിന് സസ്പെൻഷൻ നൽകുന്ന നടപടിയിലേക്ക് VC കടന്നത്. തനിക്ക് സസ്പെൻഷൻ നൽകേണ്ടെന്ന ഉത്തരവാദിത്തം VC-യുടെ ചുമതലയിലില്ല, അല്ലെങ്കിൽ അതിനുള്ള പരിരക്ഷ VC-ക്കില്ല എന്ന് തന്നെയാണ് കോടതിയെ രജിസ്ട്രാർ അറിയിച്ചിരിക്കുന്നത്. തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് തന്റെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് പിൻവലിച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ ഡോക്ടർ KS അനിൽകുമാർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ ഇപ്പോൾ കോടതി അന്തിമമായി തീരുമാനം അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സസ്പെൻഷൻ നടപടി നിലനിൽക്കും. അത് വീണ്ടും VC സിൻഡിക്കേറ്റുമായി സംസാരിച്ച ശേഷം അതിൽ അന്തിമ തീരുമാനമുണ്ടാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇന്ത്യയുമായുള്ള തീരുവ തർക്കത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയയുന്നു. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും ട്രംപ് നിലപാടറിയിച്ചു. ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ US ഏർപ്പെടുത്തിയതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും രണ്ട് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും ട്രംപ് നിലപാട് മയപ്പെടുത്തി. നേരത്തെ വ്യാപാര തീരുവ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഇന്ത്യ കാലങ്ങളായി US-ൽ നിന്ന് വൻ തീരുവ ഈടാക്കിയിരുന്നുവെന്നും അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു പക്ഷത്തിന് മാത്രം ഗുണമുള്ളതായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ ഉയർന്ന തീരുവ ഈടാക്കുന്നതിന് ഉദാഹരണമായി ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ വ്യാപാരമായിരുന്നു ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ വിഷയത്തിൽ ഫെഡറൽ കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയും സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പും നിലവിലെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവ അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണവും എത്തി. ഇന്ത്യയും US-ഉം അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണ്. ഇന്ത്യ US സഹകരണത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കാൻ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്നുറപ്പുണ്ട്. ഈ ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കുന്നതിനായി താനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇന്ത്യ അടുത്തയാഴ്ച വീണ്ടും തുടങ്ങിയേക്കുമെന്നാണ് വിവരം. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതോടെ തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ന്യൂസ് ഡെസ്ക്, News 18.